ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും, ഒരു വ്യക്തിക്കും, ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേന്ന് അമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ അപ്പൊ ഗൈസ്, സജനയുടെ വെളുപ്പിക്കൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഷാലു എന്ന് പറഞ്ഞ വ്യക്തിയാണ് സജനയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് വെളുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഫുൾ വൈറ്റ് വാഷ് ആണ്. 3-4 ബക്കറ്റിലൊന്നും തീരത്തില്ല, എന്നാലും അവര് 3-4 ബക്കറ്റിൽ ഒതുക്കുന്നുണ്ട്. അപ്പൊ ആ വെളുപ്പിക്കൽ വീഡിയോയിലൂടെ നമുക്കൊന്ന് കയ്യേറിയിട്ട് വരാം. അപ്പൊ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. ഇതുപോലുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിൽ എടുക്കുക, കാരണം അവരാതെ കോണ്ടന്റ് ആണ്, അറിയാലോ. അപ്പം നിങ്ങൾക്ക് ഒരു സമയം പോക്ക്, എനിക്കൊരു സന്തോഷവും ഇത്രയും പേരുടെ വീഡിയോ ഒക്കെ കാണുന്ന പറയുമ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം നിങ്ങൾ മാക്സിമം അത് ലൈക്ക് അടിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ചുമ്മാ കൊടുത്തേക്കുന്നതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കരുത്. കാരണം ഞാനാണ് പുതിയ കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഫൈറ്റ് തെളിഞ്ഞവരാണ്. അതുകൊണ്ട് ഹൈപ്പ് കൊടുത്ത് എന്നെ ഒന്ന് ഹൈപ്പ് ആക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ വീഡിയോ മുഴുവനും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയുന്നേ, ഒന്നില്ലെങ്കിൽ എന്നെ 10 കുറ്റമെങ്കിലും പറ. അപ്പൊ ശരി, നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് കിടക്കാം. പോലും നോക്കാതെ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പം ഹണി ട്രാപ്പ് എന്ന പേര് കേട്ട് സ്വന്തം മക്കൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരമ്മയ്ക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതെന്താണ് ഇത്? നമ്മളാണോ ഇതൊക്കെ കൊണ്ട് മീഡിയാസിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടത്? അല്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ ഇതാ വരുന്നത് നമ്മുടെ സജന വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഒരു കോൺട്രവേഴ്സി നടക്കുകയാണ്, ഞാനാണ് ഗൈസ് സബ്ജക്ട്. അപ്പാണ് നമ്മൾ അറിഞ്ഞേ എന്ത് കോൺട്രവേഴ്സി, എന്താണ് സംഭവം, നമ്മൾ തപ്പിപ്പിടിച്ചു പോയത്. അപ്പൊ സജന, നമ്മളാരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടെന്ന്. അപ്പൊ സജന തന്നെ പറഞ്ഞു, ഞങ്ങള് റസൂൽ പൂക്കുട്ടിയായിട്ട് ഞാനിപ്പം റിലേഷൻ ആണ്, ഇതാണ്. അങ്ങനെ ഈ പുള്ളിക്കാരി തന്നെ നമ്മുടെ ഇടയിലോട്ട് ഇട്ട് തന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഇതൊരു കോൺട്രവേഴ്സി പുള്ളിക്കാരി തന്നെ സൃഷ്ടിച്ചെടുത്തത്. അപ്പം വെളുപ്പിക്കാം ഒരു മയത്തിനൊക്കെ ചേച്ചി അത് ഒന്ന്, കാരണം എന്താണെന്നറിയോ, ഈ ഇന്റർവ്യൂ നേരത്തെ എടുത്തു വെച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞിച്ച് നമ്മുടെ ഫിറോസ്ക്ക്, അതായത് ഇവരുടെ ഹസ്ബൻഡ് ഫിറോസ് ഖാൻ എന്താണ് 2-3 പാർട്ടായിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പത്തേക്ക് ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഇവർക്ക് ഈ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഒരു 7 ദിവസം മുന്നേ ഉള്ള ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തതൊക്കെയാണ്. അപ്പം ഇവർക്ക് ആ ഇന്റർവ്യൂ ഓൾറെഡി അയാളുടെ 3 വീഡിയോ വന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പുച്ഛത്തോടെയും ചിരിച്ചുകൊണ്ടും മാത്രം നിന്ന് കാണാൻ പറ്റുള്ളൂ. അതാണ് വാസ്തവം. അപ്പൊ എക്കാലും ഈ അമ്മപ്പാസം ഉണ്ടല്ലേ, ഈ അമ്മപ്പാസം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫിറോസ് ഖാൻ ഇട്ട വീഡിയോയില് ഒരു ചെറിയൊരു ഭാഗം ഇവിടെ വെക്കുവാണേ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ചെയ്യുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിട്ടെങ്കിൽ ഫിറോസിനോട് ജീവിക്കാൻ പറ്റണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും എന്താ ഇളി? അമ്മപ്പാസമാണ് ഗൈസ്, അമ്മപ്പാസം. മക്കളോട് സ്നേഹമുള്ള, എന്റെ മക്കൾക്ക് മുന്നിൽ സ്നേഹമുള്ള ഒരമ്മയുടെ രോദനമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പം ഇതെന്താണ്, ഫിറോസ് ഖാന്റെ കൂടെ ജീവിച്ച് കഴിഞ്ഞിട്ട്, അതായത് കെട്ടികളായിട്ട് വന്നതിന് ശേഷം ഒരു കുട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേർത്തന്റെ കൂടെ ഒരു എന്താണ് പ്രൊഡ്യൂസറോ, ഒരു ഷോർട്ട് ഫിലിമിലെ പ്രൊഡ്യൂസറോ ആരുടെ കൂടെ ഇറങ്ങിപ്പോയ രംഗങ്ങളാണ്, ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് എഴുതി വെച്ച രംഗങ്ങളാണ്. അവനെ സേഫ് ആക്കാൻ വേണ്ടി എഴുതിപ്പിച്ചിട്ട് ഫിറോസ് ഖാൻ ഇട്ട് കൊടുത്ത സംഭവങ്ങളാണ് ഇപ്പൊ കണ്ടത്. അടുത്തത്, ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും, ഒരു വ്യക്തിക്കും, ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി, അതെന്റെ ഒരു തെറ്റല്ല എന്ന് വെച്ച് വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാ സത്യം പറഞ്ഞ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷൻ ആണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അമ്മപ്പാസം നിർത്ത്. അമ്മപ്പാസം നിർത്തിയിട്ട് ആ 3 കോടി രൂപയുടെ അലിഗേഷനും കാര്യങ്ങളൊക്കെ വന്നില്ലേ, ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്ത. ശരിയാണ്, എത്ര പെണ്ണുങ്ങളാണ് ഇതുപോലെ തുണി ഊരുന്ന പോലെ അവിഹിതം പിടിച്ചു പോകുന്നത്, എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്നാ ഒരു 3 കോടിയുടെ കഥ പറഞ്ഞില്ലേ, നിങ്ങളത് കേട്ടിട്ടില്ല? സജനയുടെ വായിൽ നിന്നാണ് നമ്മൾ ആ 3 കോടിയുടെ തരുന്നത്. അതും ഫിറോസ് ഖാൻ പറഞ്ഞു വിട്ട ഒരു വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. നമുക്ക് ആ 3 കോടിയുടെ കഥ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ലോ, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഇപ്പം ഈ നിമിഷം 3 CR കൊണ്ടുവെക്കണം മോനെ. എനിക്ക് അയാൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് 3 CR ആണ് വലുത്. ധാരാ പറഞ്ഞത് ഏയും പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് വരരുതേ.
സജന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് കൂട്ടുകാരികൾക്ക് ഇട്ട് കൊടുക്കുന്നു. ദിയാസാനയ്ക്കാന്ന് തോന്നുന്നു, ദിയാസാനയ്ക്കും പിന്നെ വേറെ ആരുടെ പേര് പറഞ്ഞിട്ടു, ദിയാസാനയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. അത് ഫിറോസ് ഖാന്റെ അടുത്തെടുത്തുന്നു. ഫിറോസ് ഖാൻ പബ്ലിക്കിലോട്ട് ഇത് ചെയ്യുന്നു. ഇതേ എന്ന് പറഞ്ഞിട്ട് വരരുതേ. അപ്പം ഇതൊക്കെയാണ് ഇത്. ഇപ്പൊ പിന്നെ പബ്ലിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തിട്ട് റിയാക്ട് പറയൂലേ. പിന്നെ എന്തോന്നടേ ഇത് എത്ര എണ്ണമായി. അയാൾ തന്നെ അതൊന്ന് ഫിറോസ് ഖാൻ തന്നെ വിത്ത് എവിഡൻസോട് കൂടിയിട്ട് പ്രൂഫായിട്ട് ഓരോരുത്തരുടെയും കൂടെ പോയ ഫോട്ടോസ് സഹിതം വെച്ചാണ് പബ്ലിക് ആക്കിയത്. എനിക്ക് തോന്നുന്നില്ല ഒരു കള്ളം പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അത്രയും തന്റെടത്തോടെ മറ്റുള്ളവരുടെ അഭിഹിതമാണ് കേസ്, മറ്റുള്ളവരുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പത്തേക്ക് നമുക്ക് ഫിറോസ് ഖാന്റെ കൂടെ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. ഇതുവരെ ഇയാൾ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രതികരിച്ചുകൊണ്ട് വരുന്നതും കണ്ടിട്ടില്ല. അപ്പത്തേനും ഫിറോസ് ഖാൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഏതാണ്ട് 9 അഭിഹിതത്തോളമാണ് അയാൾ വിത്ത് ഫോട്ടോസ് സഹിതം കാണിച്ചത്. അപ്പത്തേക്ക് അമ്മ പാസം ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് പട്ടിപ്പൂച്ചമാണ് തോന്നുന്നത്. പട്ടിപ്പൂച്ചം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും എങ്ങനെയൊക്കെ വരുത് എന്നാണ് ഇതിനകത്ത് സജന കാണിച്ചു തന്നത്. സജനയുടെ ഒരു തന്നിഷ്ടം തോന്നിവാസമാണ് നമ്മൾ ഇതിനകത്ത് ഒടിനീളം കാണുന്നത്. എന്നിട്ട് ഇതിനെ വെളുപ്പിക്കാൻ കാണിക്കുന്ന മനസ്സ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു ഇന്റർവ്യൂ കൂടെ റിലീസ് ആയിട്ടുണ്ട്. മറുനാടനിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മളത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് സമയമില്ലടേ, അതുകൊണ്ടാണ് ഇനി തൊട്ട് എനിക്ക് യൂട്യൂബ് നോക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ആൾക്കാർ കുറെ പേരെടുത്ത് എന്നും എടുത്ത് അലക്കി പൊങ്കാലിട്ടിട്ട് പോയതാണ്. നമ്മൾ ലാസ്റ്റ് ആണ് വരുന്നത്. എന്നാലും നമ്മുടെ അഭിപ്രായം കേൾക്കാനും കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, എന്താണെന്ന് അറിയാൻ. അതാണ്. അപ്പൊ നമ്മൾ ലീഗലി പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ പേരുണ്ട്. ആരാണ് ഈ മാതിരിയുള്ള വള്ളിക്കേസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നത്? ഇത്ര ദാരിദ്ര്യമാണോ നമുക്കൊക്കെ? വേറെ ഒന്നുമില്ലേ? എനിക്ക് റസൂൽ പൂക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ അങ്ങർക്ക് എവിടുത്തെ കിട്ടി ഈ സെപ്റ്റി ടാങ്ക് പോലത്തുള്ള സാധനത്തിന്? അങ്ങർക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അങ്ങാരൊക്കെ ഒരു ഗതികേട് എന്റെ പൊന്നേ. അപ്പം ഞാൻ മറ്റുള്ള ചാനലിന്റെ വഴിക്ക് പോയി കമന്റ്സ് വായിക്കാനോ ഞാൻ നിൽക്കത്തുമില്ല. ഞാൻ അതൊന്നും ചെയ്തില്ല, ഇന്ന് ചെയ്തില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ കുറെ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരുടെ സപ്പോർട്ട് സീരിയസ്ലി, നമ്മൾ മരിക്കാൻ പോകുന്ന ആൾക്കാരെ പോലും തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് നമ്മളെ വീട്ടുകാരെ പോലെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം. എന്നെ അടുത്ത മൂവിങ്ങിൽ എനിക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഫാമിലീസ്, അതേപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുക. അവരാണ് കുറെ പേര് എന്നെ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയ എന്നെ അറിയാത്ത ആൾക്കാർ പോലും മെസ്സേജ് ഇടുവാണ്, സജന ഇങ്ങനെ എന്തോന്നടേ ഇവര് നുണ പറയുവാണോ? സീരിയസ്ലി സത്യമാണോ പറയുന്നത്? നമ്മുടെ സമൂഹം അത്രയ്ക്ക് അതമ്പതിച്ച് പോയോ ഇതുപോലെയുള്ള കേസുകളിലൊക്കെ? നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ വാക്കുകളാണ് ഉപയോഗിക്കാൻ തോന്നുന്നത്. പക്ഷെ യൂട്യൂബായി പോയി. യൂട്യൂബിൽ നമുക്ക് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മാന്യമായിട്ട് പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിനെ വലിച്ചുകീറി ഒട്ടിച്ചെന്ന് പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമായിട്ട് ഇവളൊക്കെ അമ്മ എന്ന് പറയാൻ പറ്റുമോ? അമ്മയുടെ അതിന്റെ പവിത്രത അറിയാൻ പറ്റുമോ? അല്ല, നമ്മളുമൊക്കെ അമ്മമാരാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്വന്തം സുഖത്തിനും ഇഷ്ടത്തിനും വേണ്ടി പോകുന്ന അലമ്പാക്കി നടക്കുന്ന ചേച്ചി. ഒന്നും രക്ഷയില്ല. ഇതിനെയൊക്കെ ആരുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ കാണും കേട്ടോ സപ്പോർട്ട്. ഇതുപോലെ നടക്കുന്നത് ആരെങ്കിലും ഒക്കെ കാണും. അവരെ പോലുള്ളവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ 2 ദിവസം പോലും ഞാൻ താമസിക്കാൻ കാരണം എനിക്ക് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തണം. കാരണം എന്റെ മുന്നിൽ ഇത് ഞാൻ കൊണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്താലോ എങ്ങനെയാണ് എനിക്ക് ഇതിന്റെ ലീഗൽ പക്ഷെ അറിയത്തില്ല ഒന്നും. അപ്പം എന്റെ മുന്നിൽ മന്ത്രി മാത്രമേ ഉള്ളൂ. ഞാൻ മന്ത്രിയെ കണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിറ്റുവേഷൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തോന്നും സതീശൻ സാറ് ഇതുപോലെയുള്ള ഐറ്റത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടായിരുന്നു ഒരു ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉമ്മൻചാണ്ടിയിലാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം റിനിയുടെ കൂടെ നിന്നിട്ട് ഇതുപോലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന അച്ഛൻ പാസവും കണ്ടു. അപ്പൊ അതൊന്നും ആവാതിരിക്കും. ഇതുപോലെ പല ആൾക്കാരും ഓരോരോ ഇതിന് വരും. വെറുതെ അടുത്ത ഒരു ഉമ്മൻചാണ്ടി 2.0 ആവാതിരിക്കുക. ഇതൊക്കെ നമുക്ക് പറയാനുള്ളൂ. പണി ഏത് വഴി വരുമോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇതുപോലെ നാളെ കേസിനൊന്നും ഒരുമിപ്പിച്ച് കൊണ്ടുപോവാതിരിക്കുക. അയാളൊരു പാവം മനുഷ്യയാണ്, നമുക്കറിയാം. ഇപ്പൊ പോട്ടെ. കണക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നന്ദിയോടെ ഞാൻ പറയാം. കാരണം അല്ലെങ്കിൽ ഇന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കത്തില്ല. അതുപോലത്തെ സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട്. എനിക്കും ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്റെ മക്കളടുത്ത് പോലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ സ്കൂൾ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ പോലും ഉള്ള സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ ഈ ഒരു കോലത്തിൽ ആരും കണ്ടാ പോലും കാണത്തില്ലായിരിക്കും. എന്നിട്ട് പോലും സത്യം പറഞ്ഞാൽ എങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല.
പാവട എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല. കസാരയിലാണ് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കാം. ചാരാനുള്ള സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചാരി ഇരിക്കാം. നന്നായിട്ടാണെങ്കിൽ ഇരിക്കുന്ന അടിപൊളിയായിട്ട് മുടിയൊക്കെ കളർ ചെയ്ത് അടിപൊളി ഇതൊക്കെ ഇട്ടിട്ട് നല്ല മേക്കപ്പ് ഇട്ട് ടിപ് ടോപ്പ് ആയിട്ട് വന്നിട്ടായിട്ടാണ് ഇമാതിരി ഡയലോഗ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇമാതിരി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇതായിട്ടാണ് വരുന്നത് സജിന. ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അത് തൂത്തുപേർക്ക് നമ്മൾ പള്ളലറിയുള്ളൂ. കാരണം ഓൾറെഡി അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും എന്താണ് ഈ അഭിനയ കുലപതി എന്നൊക്കെ പറയുകയാണെങ്കിൽ സജിനെ കണ്ടുപിടിക്കും. ജീവിതത്തിൽ ഇതുപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി. കള്ളം പറയുമ്പോഴാണ് നമ്മുടെയൊക്കെ മുഖത്തൊരു കള്ളം പറയുമ്പോൾ അതിന്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരില്ല. അത് കള്ളമാണെന്ന് നമുക്ക് വരില്ല. ഇത് നോക്കി, നിങ്ങൾ നോക്കി ആ മുഖത്തുനിന്ന് ഒറിജിനാലിറ്റി, എന്താണ് ആ ഒറിജിനാലിറ്റി വലിച്ചങ്ങോട്ട് എടുക്കുകയാണ്. അതിനകത്ത് കള്ളമൊന്നുമില്ല. അപ്പൊ കള്ളം പറഞ്ഞ് അതങ്ങ് പഴക്കവും തഴക്കവുമായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പിന്നിലോ വേറൊരു ഇതിന്റെ പിന്നിലോ ഇപ്പം ഫോട്ടോ ഇടുന്നത് അത് നമ്മളുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി അത് അദ്ദേഹത്തിനോടായിരിക്കും, ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്റേതാണ് അല്ലെ. തികച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊരിക്കലും അത് ചിലപ്പോ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് അറിയിപ്പിക്കണം, അതിഷ്ടമാണ്. പക്ഷെ അത് പിടിച്ചിട്ട് അവരുടെ ഫാമിലി തകർത്തു, ഇവരുടെ ഫാമിലി തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോ തന്നെ അതൊരു വൃത്തികെട്ട രീതിയിലല്ലേ. ഇതാരാണ് ഈ പബ്ലിക്കിന് മുന്നോട്ട് കൊണ്ടിട്ട്? നമ്മൾ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ഇത് നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവച്ച. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പബ്ലിക്കിന് മുന്നേ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇതൊരു പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാർ എങ്ങനെ എടുക്കും, ഇത് ഏത് രീതിയിൽ പോകും, ഏത് രീതി ചർച്ച. അപ്പം നമുക്കറിയാം ഇത് നിങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടി കൊണ്ട് തന്നെ ഇട്ടതാണ്. ഒരു അബദ്ധം കയ്യബദ്ധം വന്നതല്ല. കാരണം നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ എന്താണ്, എങ്ങനെയാണ്. നിങ്ങൾ 2021-22 കാലത്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതിലൂടെ നിങ്ങൾക്ക് അപ്പൊ അറിയാടേ പബ്ലിക്കിലോട്ട് ഒരു സംഭവം എങ്ങനെ പോകും. സോഷ്യൽ മീഡിയ അറിയത്തില്ലാത്ത വ്യക്തിയൊന്നുമല്ല. അതിന് 1.5 മാസം മുന്നെയാണ് നിങ്ങൾ ഇതുപോലെ ഒരു ഐറ്റം എന്താണ് ഫിറോസ് ഖാന്റെ എതിരെ വന്നിട്ട് വെച്ചത്, ഒരു കിസ് കൊടുത്തൊരു പരിപാടിയായിട്ട് വന്നത്. അപ്പം ഇനി സിമ്പിൾ ആണ്. AI എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അമീർ ഖാൻ സെറ്റപ്പ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തൊപ്പിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ കുറെ പേര് തടി തപ്പുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അരിയാഹാരമായിട്ട് നമ്മൾ അത് പൊളിച്ചടുക്കി കൊടുക്കും. അതാണ് വേറൊരു വാസ്തവം. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ. പിന്നെ ഇതിനകത്ത് വേറെ ഇവരുടെ നാട്ടുകാര് ചിന്താഗതി, നാട്ടിലെ ചിന്താഗതിയും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ കണ്ടു നോക്കാം. ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞ ഒരു ആണിനോട് മിണ്ടിയാലോ അല്ലെങ്കിൽ വേറെ രീതി ഒരിടത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവള് പിഴച്ചവള, അവള് എങ്ങനെയാണ്, അവള് പോക്ക് കേസാ എന്നാണ് പറയുന്ന ആൾക്കാര്. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും അവള് കണ്ട, അവള് പോക്ക് കേസ് എന്ന് പറയുന്ന ഒരു ഗൈസ്. ഇവരുടെ നാട്ടുകാരൊന്നും ലിപ്സ്റ്റിക് ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവള് പോക്ക് കേസാന്ന് പറയും. നമ്മുടെ നാട്ടുകാരാകുമ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെല്ലാരും ഇപ്പൊ ലിപ്സ്റ്റിക് ഇടുന്നവരെ, ഞാനും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആരാടെ ഇപ്പൊ പറയുന്നത്? അപ്പൊ അത്രക്ക് അതിനേക്കാളൊക്കെ പഴയതിനേക്കാൾ നന്നായിട്ട് പുരോഗമിച്ചു നമ്മുടെ നാട്, കേരളം. പിന്നെ ഇവരുടെ നാട് എവിടെയാ? കൊല്ലവോ? കൊല്ലത്താണോ? ഇവിടെ കൊല്ലംകാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ? കൊല്ലത്തിന് വീണ്ടും ഒരു അപമാനമാണല്ലോ. അങ്ങനെയൊക്കെ ആകരുത് കേട്ടോ. ഒരാൾ ഇങ്ങനെ ഒരു നല്ലൊരു ചേച്ചി ഇങ്ങനെ നടന്നു പോയി, നല്ല ഡ്രസ്സ് ഇട്ട് നടന്നു പോയി, ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ അതൊരു പോക്ക് കേസാന്ന് പറയരുതേ. അങ്ങനെ ആവരുത്. അപ്പൊ ഗൈസ് ഇതിപ്പം കുറെ അധികം ഉണ്ട് പറയുകയാണെങ്കിൽ. ഓരോ ഡയലോഗും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനുണ്ട്. അമ്മാതിരി വെളുപ്പീരാണ് സജന ഇവിടെ വന്നിട്ട് പറയുന്നത്. അപ്പൊ സമയമില്ലാത്തത് കൊണ്ടും വീഡിയോ ലെന്തി ആയതുകൊണ്ടും ഞാൻ ഇവിടം വെച്ച് വൈൻഡ് അപ്പ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും ബൈ.